ഇന്ന് കേരമീറ്റാണ് കറിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഉപ്പും വിനാഗിരി ഇട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി അതിന്റെ കുനുകുന കഷ്ണങ്ങളാക്കി കറി വെക്കാനും എടുക്കണം. കുറച്ച് സ്ലൈസ് ആയിട്ട് കനം കുറച്ചെടുത്തു കഴിഞ്ഞാലേ അതൊന്ന് നമുക്ക് മസാലയൊക്കെ പുരട്ടി ഒന്ന് വറുത്തു എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഇട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് പകുതി നാരങ്ങാന്തിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മസാലക്കൂട്ടം റെഡിയാകും. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചെടുത്ത്, ചെറിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. അത് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ആദ്യം പൊട്ടിക്കണം. ഉലുവയാണ് ഈ കറികൾക്കൊക്കെ മെയിൻ സാധനം. പിന്നെ വേപ്പിലയിട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് 2 കഷ്ണം പുളിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്തു കഴിയുമ്പോഴേക്കും ഇത് നല്ല പച്ച മണമൊക്കെ മാറി നല്ല ഇതായി വരണം. അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് വേവിക്കണം. അങ്ങനെ അടച്ചു വെച്ചിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മീൻ വറുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് വേപ്പിലയിട്ട് കൊണ്ടുവന്നു. വേപ്പിലയിട്ട് വറുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഈ പുളിയും ഉപ്പും എല്ലാം പിടിച്ചിരിക്കുന്ന ആ മീനൊക്കെ അങ്ങോട്ട് പെരക്കി വെച്ച് അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് എടുക്കുമ്പോഴേ ഒരു സ്മെല്ലാണ് നല്ല സൂപ്പർ. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കുറച്ച് ചോറൊക്കെ വിളമ്പി ഒന്ന് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.